കേരളത്തിലെ ഓരോ വീട്ടമ്മയുടെയും കൈകളിൽ മാസം തോറും 2500 രൂപയുടെ സുരക്ഷാ കവചം എത്തുന്നു. നമ്മുടെ കർഷകർക്ക് തങ്ങൾ വിളയിക്കുന്ന ഓരോ വിത്തിനും അർഹമായ വില കിട്ടുന്നു. ഗൾഫിലേക്കും യൂറോപ്പിലേക്കും ജോലി തേടി പോകുന്ന നമ്മുടെ മക്കൾ സ്വന്തം നാട്ടിലെ IT ഹബ്ബുകളിലും ഷിപ്പ്യാർഡുകളിലും ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നു. ഇതൊരു സ്വപ്നമാണോ? അല്ല, ഇത് യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന ബ്ലൂ പ്രിന്റ് ഇന്ന് തിരുവനന്തപുരത്ത് പുറത്തിറങ്ങിയിരിക്കുന്നു. BJP ദേശീയ അധ്യക്ഷൻ ഇന്ന് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്ത വികസിത കേരളം റോഡ് മാപ്പ് വെറുമൊരു തിരഞ്ഞെടുപ്പ് പത്രികയല്ല. അത് പതിറ്റാണ്ടുകളായി കേരളത്തെ പിന്നോട്ട് വലിച്ച അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ചങ്ങലകൾ പൊട്ടിച്ചെറിയാനുള്ള ആയുധമാണ്. വികസിത ഭാരതത്തിനൊപ്പം വികസിത കേരളം എന്ന മോദി ഗ്യാരണ്ടിയിൽ എന്തൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നത്? മുല്ലപ്പെരിയാറിലെ പേടി സ്വപ്നത്തിന് അറുതി വരുത്തുന്നത് മുതൽ കേരളത്തെ ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായ ഹബ്ബാക്കി മാറ്റുന്നത് വരെയുള്ള ആ 16 വിപ്ലവകരമായ പ്രഖ്യാപനങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഈ വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഇത് നമ്മുടെ വോട്ടിന്റെ മാത്രം കാര്യമല്ല, നമ്മുടെ വരും തലമുറയുടെ നിലനിൽപ്പിന്റെ കൂടി കാര്യമാണ്. നമ്മുടെ നാടിന്റെ ഐശ്വര്യം സ്ത്രീകളാണ്. പക്ഷെ വിലക്കയറ്റം കാരണം ഇന്ന് സാധാരണ കുടുംബങ്ങൾ പൊറുതിമുട്ടുകയാണ്. ഇതിന് പരിഹാരമായിട്ടാണ് BJP ദേശീയ നേതൃത്വം 2 പ്രധാന വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത് ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ്. പാവപ്പെട്ട കുടുംബങ്ങളിലെ വനിതകൾക്ക് പ്രതിമാസം 2500 രൂപ റീചാർജ് ഉള്ള ഒരു ഡിജിറ്റൽ കാർഡ് നൽകും. ഇത് പലചരക്ക് സാധനങ്ങൾ വാങ്ങാനും അടിയന്തര മരുന്നുകൾ വാങ്ങാനും ഉപയോഗിക്കാം. ലഖ്പതി ദീദി പദ്ധതിയിലൂടെ ഇന്ത്യയിലെ കോടിക്കണക്കിന് സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കിയ മോദി സർക്കാർ കേരളത്തിലെ അമ്മമാർക്കും സഹോദരിമാർക്കും നൽകുന്ന ഉറപ്പാണിത്. രണ്ടാമത് സൗജന്യ LPG സിലിണ്ടറുകൾ. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വർഷത്തിൽ 2 ഗ്യാസ് സിലിണ്ടറുകൾ സൗജന്യമായി നൽകും. ഒന്ന് ഓണത്തിനും ഒന്ന് ക്രിസ്തുമസിനും. ആഘോഷവേളകളിൽ അടുക്കള ബജറ്റ് താളം തെറ്റാതിരിക്കാനായി ഇതൊരു വലിയ ആശ്വാസമായിരിക്കും. ഇതിനൊപ്പം ഓരോ വീടിനും പ്രതിമാസം 20,000 ലിറ്റർ കുടിവെള്ളം സൗജന്യമായി നൽകുന്നതിലൂടെ കുടിവെള്ളത്തിനായി പണമെടുക്കേണ്ടി വരുന്ന ഭാരമില്ലാതെയാകും. ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ അന്നദാതാവാണ്. എന്നാൽ കേരളത്തിലെ കർഷകൻ ഇന്നും വന്യമൃഗശല്യത്താലും വിലത്തകർച്ചയാലും വലയുകയാണ്. ഇതിനൊരു അന്ത്യം വേണം. പിന്നെ മൂന്നാമതായി താങ്ങുവില. നെല്ലിനും റബ്ബറിനും ഉൾപ്പെടെ പിന്തുണ ആവശ്യമുള്ള എല്ലാ വിളകൾക്കും കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന താങ്ങുവില കേരളത്തിലും ഉറപ്പാക്കും. ഇടനിലക്കാരുടെ ചൂഷണം അതോടെ അവസാനിപ്പിക്കും. അടുത്തത് പ്ലാന്റേഷൻ നിയമ ഭേദഗതിയാണ്. നമ്മുടെ തോട്ടം മേഖല വലിയ പ്രതിസന്ധിയിലാണ്. വനനിയമങ്ങളിലും പ്ലാന്റേഷൻ നിയമങ്ങളിലും കാലാനുസൃതമായ മാറ്റം വരുത്തി റബ്ബർ തോട്ടങ്ങളിലും മറ്റും ഇടവിള കൃഷി അനുവദിക്കും. ഇതിലൂടെ കർഷകർക്ക് അധിക വരുമാനം ഉറപ്പിക്കാം. കൃഷിയെ ലാഭകരമായ ഒരു ബിസിനസ് ആക്കി മാറ്റുകയാണ് NDAയുടെ ലക്ഷ്യം. ചികിത്സയ്ക്കായി ഇന്നും നമ്മൾ മംഗലാപുരത്തേക്കോ കോയമ്പത്തൂരിലേക്കോ ഒക്കെ ഓടേണ്ടി വരുന്നത് നാണക്കേടല്ലേ? അതുപോലെ 5 ആയുഷ്മാൻ ഭാരത് എല്ലാവർക്കുമാണ്. നിലവിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ എല്ലാ മലയാളികൾക്കും ലഭ്യമാകും. രാഷ്ട്രീയ കാരണങ്ങളാൽ ഇത് തടഞ്ഞു വെക്കുന്ന അവസ്ഥ ഇനി ഉണ്ടാകില്ല. ഇനി കേരളത്തിന്റെ സ്വന്തം എയിംസ് ആണ്. ദീർഘകാലമായി കേരളം ആവശ്യപ്പെടുന്ന എയിംസ് മോദി സർക്കാർ യാഥാർത്ഥ്യമാക്കും. ഇതോടെ ആധുനിക ചികിത്സയും മെഡിക്കൽ ഗവേഷണവും ഒക്കെ നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തും. പിന്നെ ക്ഷേമ പെൻഷൻ 3000 രൂപ. ഗൃഹനാഥകൾക്കും വിധവകൾക്കും 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കും പ്രതിമാസം 3000 രൂപ പെൻഷൻ കൃത്യമായി ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. കുടിശ്ശിക വരുന്ന പെൻഷൻ രാഷ്ട്രീയത്തിന് ഇതോടെ വിടയാണ്. ഇന്ത്യയിലെ ഹൈവേകളും റെയിൽവേയും വികസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ കുതിപ്പ് കേരളത്തിലും വേണം. അതിവേഗ റെയിൽ, മെട്രോ തിരുവനന്തപുരത്തെയും കണ്ണൂരിനെയും ബന്ധിപ്പിച്ച് അതിവേഗ റെയിൽ ശൃംഖല സ്ഥാപിക്കും. ഇത് കേരയിൽ പോലെ ജനങ്ങളെ കുടിയിറക്കുന്ന പദ്ധതിയല്ല, മറിച്ച് ശാസ്ത്രീയമായി നടപ്പിലാക്കുന്ന വികസനമാണ്. കൊച്ചി മെട്രോ പൂർത്തിയാകുന്നതിനൊപ്പം തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ ഓടിത്തുടങ്ങും. പിന്നെ വിഴിഞ്ഞം ഗ്ലോബൽ ഹബ്ബാണ്. വിഴിഞ്ഞത്തെ ലോകത്തിലെ തന്നെ വലിയൊരു വ്യവസായ കേന്ദ്രമാക്കും. ഷിപ്പ് റിപ്പയർ ക്ലസ്റ്റർ, നേമം മുതൽ വിഴിഞ്ഞം വരെ എലിവേറ്റഡ് ഡബിൾ റെയിൽ പാത, പ്രത്യേക വ്യാവസായിക ഇടനാഴി എന്നിവയിലൂടെ കേരളത്തിന്റെ സാമ്പത്തിക മുഖച്ഛായ തന്നെ മാറും. നമ്മുടെ കുട്ടികൾക്ക് സ്മാർട്ടായ വിദ്യാഭ്യാസം നൽകുക എന്നതിനാണ് ഏറ്റവും മുൻഗണന. ഇനി ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസമാണ്. സർക്കാർ വിദ്യാലയങ്ങളിൽ ഐച്ഛികമായി ഇംഗ്ലീഷ് മീഡിയം പഠനം ലഭ്യമാക്കും. സാധാരണക്കാരന്റെ മകനും ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കണമെന്നാണ് ഉദ്ദേശം. എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. കേരളത്തിൽ പുതിയ സംരംഭം തുടങ്ങുന്നവർക്ക് ഓരോ പുതിയ ജോലിക്കാരനെ നിയമിക്കുമ്പോഴും 1 ലക്ഷം രൂപ വരെ കുറഞ്ഞ പലിശയിൽ ലോൺ നൽകും. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ മാതൃകയിൽ മെയ്ക്ക് ഇൻ കേരള നടപ്പിലാക്കും. ഭക്തിയും വിശ്വാസവും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ദേവസ്വം ബോർഡുകൾ പുനഃസംഘടിപ്പിച്ച് ഭക്തർക്ക് ഭരണത്തിൽ പങ്കാളിത്തം നൽകും. ശബരിമലയിൽ സ്വർണ്ണ കവർച്ചയിൽ CBI അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ശബരിമലയെ ലോകോത്തര തീർത്ഥാടന
തീർത്ഥാടന കേന്ദ്രമാക്കി വികസിപ്പിക്കാൻ പ്രത്യേക മിഷനും രൂപീകരിക്കും. ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ അവതരിപ്പിച്ച ഓരോ കോർപ്പറേഷനുമുള്ള പ്രത്യേക വികസന പദ്ധതികൾ ഇങ്ങനെയാണ്. തിരുവനന്തപുരം ഇന്ത്യയുടെ IT ഇന്നൊവേഷൻ ക്യാപിറ്റലാണ്. കൊച്ചി ഭാരതത്തിന്റെ കപ്പൽ നിർമ്മാണ ഹബ്ബ്. കോഴിക്കോട് ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ ഇന്നൊവേഷൻ സിറ്റി. തൃശൂർ സാംസ്കാരിക വിനോദ സഞ്ചാര കേന്ദ്രം. കൊല്ലം ബ്ലൂ ഇക്കോണമി അഥവാ സമുദ്ര കയറ്റുമതി ക്ലസ്റ്റർ. കണ്ണൂർ ഡിഫൻസ് ഇന്നൊവേഷൻ ഹബ്ബ്. മുല്ലപ്പെരിയാർ ഒരു വികാരമല്ല, ഒരു ജനതയുടെ സുരക്ഷയാണ്. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്നതാണ് ഇന്ത്യയുടെ അടുത്ത നയം. അയൽ സംസ്ഥാനവുമായി നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ മധ്യസ്ഥതയിൽ ശാശ്വതമായ ഒരു പരിഹാരം, അതായത് പുതിയ ഡാം NDA ഉറപ്പു നൽകുന്നു. ഇത് മാറ്റത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ കുതിക്കുമ്പോൾ കേരളം അതിന് പുറത്തു നിൽക്കണോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടേ? ഇല്ല. ഇന്ന് തിരുവനന്തപുരത്ത് BJP ദേശീയ അധ്യക്ഷൻ പുറത്തിറക്കിയ ഈ ഒരു പത്രിക വെറും ഒരു കടലാസല്ല. ഇത് നമ്മുടെ അവകാശമാണ്. ഇത് വികസനത്തിന്റെ പുതിയ അധ്യായമാണ്. അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും വിട നൽകി നവകേരളത്തിനായി നമുക്ക് കൈകോർക്കാം എന്നാണ് അവർ പറയുന്നത്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്കായി ചിന്തിക്കാം. പിന്നെ ഓർക്കുക, ഇത് മോദി ഗ്യാരണ്ടിയാണ്. പറഞ്ഞാൽ അത് നടപ്പിലാക്കിയിരിക്കും. നമ്മുടെ അയോധ്യ ആകട്ടെ, മുത്തലാഖ് ബില്ലാകട്ടെ, ഏക സിവിൽ കോഡ് ആകട്ടെ, അതുപോലെ തന്നെ CAA ആകട്ടെ, അങ്ങനെ പറഞ്ഞതെന്തും നടപ്പിലാക്കിയ ചരിത്രം മാത്രമേ മോദി ഗ്യാരണ്ടിക്കുള്ളൂ. മാത്രവുമല്ല, ഇതുപോലൊരു വികസന പത്രിക മറ്റേതെങ്കിലും പാർട്ടി മുന്നോട്ട് വെച്ചോ? നിങ്ങൾ തന്നെ ചിന്തിക്കൂ. ഇത് വായിക്കുമ്പോൾ ഞാനും ചിന്തിച്ചത് നമ്മളെല്ലാം ആഗ്രഹിച്ച ഒരു വികസന പത്രികയാണ് നമുക്ക് ഇവിടെ കാണാനായത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ വോട്ട് എവിടെ രേഖപ്പെടുത്തണമെന്ന്, ആർക്ക് നൽകണമെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. നിങ്ങളുടെ വോട്ടിന് വലിയ വിലയുണ്ട്. എന്തായാലും ഈ വികസന കാഴ്ചപ്പാടിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.